APKയുടെ റൂട്ടോപിക്സ് ആണ് ആദ്യം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ചെടിക്ക് നല്ല ഗ്രോത്ത്, കാര്യങ്ങൾ, ചിമ്പടി, പിന്നെ അത് വേരുപുഴുവിൻ്റെ കുറേ ശല്യങ്ങളൊക്കെ ഒത്തിരി ഒഴിവായിട്ടുണ്ട്. അതിന് മുന്നൊക്കെ ചെടിയെല്ലാം മഞ്ഞ നിറത്തിലായിട്ട് ഇത് യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് യൂസ് ചെയ്തത് ഇതാണ്, കാപിടുത്തത്തിന് വേണ്ടിയിട്ട്, കാപിടിക്കാനും ശരമടിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഓട്രോപ്പാണ് യൂസ് ചെയ്തത്. പക്ഷെ അതും നല്ല റിസൾട്ടാണ്. ഇപ്പോഴും നല്ല ശരമടിക്കുകയും കാര്യങ്ങളും നല്ല രീതിയിൽ മഞ്ഞപ്പിഞ്ച് പൊഴിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നു ഇപ്പോഴും. അതുപോലെ തന്നെ രണ്ടാമത് പിന്നെ ഞാനിപ്പം പിന്നെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഗ്രോത്തിൽ നല്ല ഇതുണ്ട്, റിസൾട്ടുണ്ട്. കാരണം പുതിയ ചിമ്പുകൾ വരുന്നുണ്ട്. ഇതുണ്ടോ, റൂട്ടോപിക്സ് യൂസ് ചെയ്ത പിന്നെ ഇത്ര ഇത് വരാൻ തുടങ്ങി, ഇത്ര ഹൈറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചെടിക്കൊക്കെ ആയാലും നല്ല ഇതുണ്ട്, നല്ല പൊക്കവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അത് ഇതുണ്ട്, ഇതൊക്കെ 4 വരെ തിപ്പുണ്ടാകും. അപ്പം ഇതിലൊക്കെ ഒരു 5-6 കാ വരെ കാണും നമ്മൾ അടുത്ത റൗണ്ട് എടുത്ത് വരുമ്പോൾ. ഇത് ചെറിയ കേടുണ്ടായിരുന്നു. നമ്മൾ Apple 77 അടിച്ചപ്പോൾ ആ കേടങ്ങ് മാറി. ഇതിപ്പോൾ ഇതുണ്ടോ, അത് വരുന്നുണ്ടോ, ഇതൊക്കെ പുതിശ. എൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഞാൻ എഴുകുംവയലിലെ കുഴിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് 30 സെൻറ്റ് സ്ഥലമാണ്. 30 സെൻറ്റ് സ്ഥലത്ത് എനിക്ക് ഒരു 100 മൂളോളം ചെടിയുണ്ട്. അതിലിപ്പം ഞാൻ APKയുടെ റൂട്ടോപിക്സ് ആണ് ആദ്യം യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ചെടിക്ക് നല്ല ഗ്രോത്ത്, കാര്യങ്ങൾ, ചിമ്പടി, പിന്നെ അത് വേരുപുഴുവിൻ്റെ കുറേ ശല്യങ്ങളൊക്കെ ഒത്തിരി ഒഴിവായിട്ടുണ്ട്. അതിന് മുന്നൊക്കെ ചെടിയെല്ലാം മഞ്ഞ നിറത്തിലായിട്ട് ഇത് യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് യൂസ് ചെയ്തത് ഇതാണ്, കാപിടുത്തത്തിന് വേണ്ടിയിട്ട്, കാപിടിക്കാനും ശരമടിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഓട്രോപ്പാണ് യൂസ് ചെയ്തത്. പക്ഷെ അതും നല്ല റിസൾട്ടാണ്. ഇപ്പോഴും നല്ല ശരമടിക്കുകയും കാര്യങ്ങളും നല്ല രീതിയിൽ മഞ്ഞപ്പിഞ്ച് പൊഴിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നു ഇപ്പോഴും. അതുപോലെ തന്നെ രണ്ടാമത് പിന്നെ ഞാനിപ്പം പിന്നെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ FL 77 ആണ്. അത് ഫ്ലവറിങ്ങിന് വേണ്ടി, പൂവൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഇപ്പം തന്നെ നോക്കി അറിയാം, ഇപ്പോഴും നല്ല പൂക്കൾ വിരിഞ്ഞ് തന്നെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കാപിടുത്തവും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ചെടിക്ക് പച്ചപ്പ് കിട്ടുന്നുണ്ട്. തണ്ടുവരപ്പൻ്റെ കുറേ വേരിയേഷൻ കുറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി വ്യത്യാസം കാണിക്കുന്നുണ്ട്. നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ഇത്രയെന്ന് പറയാൻ എനിക്ക് നല്ല റിസൾട്ടുണ്ട്. ഇപ്പം മറ്റു ഒത്തിരി മരുന്നുകൾ ഉപയോഗിച്ചാലെല്ലാം തന്നെ ഇപ്പം നല്ല റിസൾട്ട് സ്പോട്ടിൽ തന്നെ കിട്ടുന്നത് ഈ സംഭവത്തിനാണ്. നമുക്ക് ഇതിപ്പം നമ്മുടെ ഇത് ഗോൾഡ് ഗ്രീൻ ചെടിയാണ് എൻ്റെ തോട്ടത്തിലുള്ളത്. ഇപ്പം ഇത് 90 ചെടിയുണ്ട് ഇതിനകത്ത്. ഇപ്പം നമുക്ക് ഈ 30 സെൻറ്റിൽ 90 ചെടിയാണുള്ളത്. അതിനകത്തിപ്പം നമുക്ക് അതിനകത്ത് നേരത്തെ ഈ തണ്ടുവരപ്പൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഈ ഇത് കൂട്ട് എന്നാ പറയുന്നത് വേരുപുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ നല്ല ഓട്രോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഓട്രോപ്പല്ല നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം നല്ലപോലെ മാറി നല്ല ഇപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ചെടി നിൽക്കുന്നത്. 2 വർഷം ആയ ചെടിയായി ഈ കാണുന്നതൊക്കെ. ഇതെല്ലാം 2 വർഷം ഉള്ള ചെടിയാണ്. ഇതൊക്കെ നല്ല ചിമ്പടിയും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല പ്രോഡക്റ്റാണിത്. നമ്മൾ ഇത് കെമിക്കൽ യൂസ് ചെയ്യുമായിരുന്നു. കെമിക്കൽ യൂസ് ചെയ്തിട്ട് അത്ര വലിയ റിസൾട്ടോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ എല്ലാ തോട്ടങ്ങളിലും ഇവിടെ 2 പ്രാവശ്യം കായ എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ ഇപ്പം 4 പ്രാവശ്യം ഓൾറെഡി എടുത്തു കഴിഞ്ഞു കായ. കാരണം മഞ്ഞപ്പിഞ്ച് പോലും നമുക്ക് പൊഴിച്ചിലോ കാര്യങ്ങളൊന്നും അതിങ്ങനെ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഈ ഓർഗാനിക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ 4 പ്രാവശ്യം എടുക്കാൻ പറ്റിയത്. ബാക്കി ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും തന്നെ ഇപ്പം 2 പ്രാവശ്യം കായ എടുത്തിട്ടുള്ളൂ. കായ്ക്ക് നല്ല തൂക്കം കിട്ടുന്നുണ്ട്. കായ്ക്ക് നല്ലപോലെ തൂക്കം കിട്ടുന്നുണ്ട്. അത് ഉണങ്ങിയാലും നല്ല തൂക്കം കിട്ടുന്നുണ്ട്. കാരണം 4.5 കിലോയ്ക്ക് 1 കിലോയ്ക്കുള്ള തൂക്കം നമുക്ക് ഉണങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. കായ്ക്ക് അതുപോലെ ചൊറിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല. നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതിപ്പം 4 പ്രാവശ്യം ഞങ്ങൾ കായ എടുത്ത് പോയി. ഇതിപ്പം കായ്പ്പം കുറവായിട്ട് വരുവാണ്. പക്ഷേ ഇത് പൂവ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴും നല്ലപോലെ പൂവ് ഉണ്ടാവുകയും 4 പ്രാവശ്യം ഓൾറെഡി എടുത്തു. ഇനിയാണെങ്കിലും ഇപ്പം ശരത്തിലൊക്കെ ഇതുണ്ടോ, അത് നല്ല കാ പിടുത്തമുണ്ട്. ഇപ്പം തന്നെ 1, 2, 3 കാ വരെ ആയി. ഇപ്പോൾ എടുത്തിട്ട് ഇപ്പം 2 ആഴ്ചയുള്ളൂ. അതായത് ഒരു 2 ആഴ്ച ആയാലൊരു 10 ദിവസം കൊണ്ട് ഇപ്പം 4 കായലൊക്കെ വന്നു. ഇത് ഓട്രോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടുന്നത്. അതിന് മുന്നേ ഒന്നും ഇത് കിട്ടിയിട്ടേ ഇല്ല നമുക്ക്. ഇത്രയും പെട്ടെന്ന് കാപിടുത്തവും കാര്യങ്ങളും അതുപോലെ പൂപിടുത്തം എല്ലാം. ഗ്രോത്തിൽ നല്ല ഇതുണ്ട്, റിസൾട്ടുണ്ട്. കാരണം പുതിയ ചിമ്പുകൾ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ നല്ല പുതിയ ചിമ്പുകൾ വരുന്നത്. ഇതൊക്കെയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റൂട്ടോപിക്സ് യൂസ് ചെയ്ത പിന്നെ ഇത്ര ഇത് വരാൻ തുടങ്ങി, ഇത്ര ഹൈറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചെടിക്കൊക്കെ ആയാലും നല്ല ഇതുണ്ട്, നല്ല പൊക്കവും ഈ കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അത് നല്ല റിസൾട്ടുണ്ട്. ഇപ്പം എനിക്ക് നല്ല ഇതിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വന്ന് നിൽക്കുന്ന ശരമൊക്കെ ആയാലും കണ്ടോ, നല്ല ഗ്രോത്തായിട്ട് തന്നെയാണ് വരുന്നത് ഈ സംഭവം. ഇതുണ്ടോ, ഇത് നല്ല ഗ്രോത്തായിട്ട്. പഴയത് കിടക്കുന്നത് എങ്ങനെയാ, ഇപ്പോഴത്തെ പുതിയത് വരുന്നത് കണ്ടോ. വേറെ ചെടി കുറച്ച് കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ 50 ചെടിക്കാണ് ഞാൻ ഒരു ബോട്ടിലെന്ന് പറഞ്ഞത്. 100 ലിറ്ററിൽ ഒരു ബോട്ടിൽ യൂസ് ചെയ്യും. 100 ലിറ്ററിൽ
എന്നിട്ട് കംപ്ലീറ്റ് നമുക്ക് മോട്ടോർ പമ്പിന് തന്നെ സ്പ്രേ ചെയ്ത് വിടുകയാണ്. സ്പ്രേ ചെയ്ത് വിട്ടാൽ ഇലയ്ക്കും ശരത്തിനും കൊടുക്കും, അതുപോലെ തന്നെ ചോട്ടി വേര് ഉൾപ്പെടെ വേരിനെല്ലാം ഒന്ന് ഓടിച്ചു കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ. ഫസ്റ്റ് നമ്മൾ റൂട്ടോവിക്സ് യൂസ് ചെയ്യുന്നത്. റൂട്ടോവിക്സ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഓട്രോപ്പാണ് കൊടുക്കുന്നത് 30 ദിവസത്തിന് ശേഷം. ഓട്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ FL77 അങ്ങനെ ഇത് വീണ്ടും അതുപോലെ തന്നെ 30 ദിവസം കൂടുമ്പോൾ നമ്മൾ മാറി മാറി യൂസ് ചെയ്യുക. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇതുണ്ട്. പൂ വിരിയാനും കാ പിടിക്കാനും എല്ലാ സംഭവം എല്ലാം ഉണ്ട്. കേടുകളും മാറും. നല്ല ഇതാണ്. ഇതെല്ലാം വളർച്ച. ഇതൊക്കെ ഒരു 30 ദിവസം കഴിയുമ്പോൾ വീണ്ടും എടുക്കാറ്. അപ്പോൾ അടുത്ത പൂ വരും. ഇതുണ്ട്, ഇതിലെ പൂ വരുന്നത് കണ്ടോ. 1, 2, 3, 4 ചെറിയ കായ, പിന്നെ ഇത് 5 ആകും. 5 അങ്ങനെ 6. അപ്പോൾ ഇത് 30 ദിവസം കഴിയുമ്പോൾ 1, 2, 3 കായ വരെ എടുക്കാം. 3 കായ എടുക്കുമ്പോൾ വീണ്ടും 3 കായ അന്നേരം ആവും. കണ്ടോ, ഇതൊക്കെ 4 കാ വരെ ഇതിപ്പുണ്ടാകും. അപ്പം ഇതിലൊക്കെ ഒരു 5, 6 കാ വരെ കാണും നമ്മൾ അടുത്ത റൗണ്ട് എടുത്ത് വരുമ്പോൾ. ഇത് ചെറിയ കേടുണ്ടായിരുന്നു. നമ്മൾ FL77 അടിച്ചപ്പോൾ ആ കേടങ്ങ് മാറി ഇതിൻ്റെ. ഇതിപ്പോൾ ഇത് കണ്ടോ, അത് വരുന്നുണ്ടോ. ഇതൊക്കെ പുതിശ. ഇതുണ്ടോ, ഇത് അടുത്ത പൂവാണ് ഈ വരുന്നത്. അല്ല, ഇനിയും ഇത് കണ്ടോ, ഇത് അടുത്ത പൂ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നാളെ വിരിയുന്ന പൂവായത്. നാളെ വിരിയുന്ന പൂവ്. ഇനി ഒരു 2 റൗണ്ട് കൂടെ ഇതിലൊക്കെ കാ വരും. ഇതൊക്കെ പഴയ ശരമല്ലേ. പഴയ ശരമാണ്ട് 2 റൗണ്ട് കൂടെ കിട്ടത്തുള്ളൂ. പുതിയ ശരത്ത് ഇനി വരുന്നേ ഉള്ളൂ. അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ പുതിയ ശരങ്ങൾ വരുന്നതാണ്.